ഈ വീഡിയോ ഈ പെൺകുട്ടിയുടെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, അതായത് അച്ഛന്റെ അമ്മയുടെ സമ്മതത്തോടുകൂടി ആയിരിക്കുമല്ലോ ഈ മകൾ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത്. അച്ഛനോടും അമ്മയോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, മകൾക്ക് നല്ലൊരു സാൻഡ് പേപ്പർ മേടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിന്ന് അങ്ങ് ഉരയ്ക്കാൻ പറയുക. കുറച്ച് ആശ്വാസം കിട്ടും. എന്നിട്ടും ആശ്വാസം കിട്ടുന്നില്ലെങ്കിൽ നല്ല കാന്താരി മുളക് മേടിച്ച്, അത് നല്ല നാടൻ കാന്താരി മുളക് മേടിച്ച് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി മകൾക്ക് കൊടുക്കുക. എന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറയുക. അന്നേരം നല്ല ആശ്വാസം കിട്ടും. അതും കൊണ്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടന്റുകൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയായിരുന്നു. രാവിലെ ഒന്ന് രണ്ട് സബ്ജക്റ്റുകളെ കുറിച്ച് വീഡിയോ ചെയ്തെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. കാരണം മതിയായ കണ്ടന്റുകൾ നമ്മുടെ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഒന്നും വരുന്നില്ല. പിന്നെ ഉള്ളത് രേണുസുതിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ്. അത് ചെയ്ത് മടുത്തിരിക്കുന്ന കാരണം തന്നെ അത് വേണ്ട എന്ന് വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ കണ്ടു. ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആ പർട്ടിക്കുലർ അക്കൗണ്ട് സെർച്ച് ചെയ്ത് പോവുകയുണ്ടായി. ഇപ്പൊ നമുക്കറിയാം, ഈ ഇൻസ്റ്റാഗ്രാമിലും മറ്റും സബ്സ്ക്രിപ്ഷൻ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം വിവാദങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രേണുസുതിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പർപ്പിൾ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട് അടിച്ചു പോയതറിയാം. അത് ഇന്ത്യയിൽ ഏറ്റവും അധികം സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിനകത്ത്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇന്ന് ഈ ഒരു അക്കൗണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ഞാൻ ആ അക്കൗണ്ടിന്റെ പേരൊന്നും പറയുന്നില്ല, എനിക്കത് പേര് പറയാൻ താല്പര്യമില്ല. മലയാളിയുടെ ലൈംഗിക ദാരിദ്ര്യം എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാമോ അത്രത്തോളം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അക്കൗണ്ട്. 23 പോസ്റ്റേ ഉള്ളൂ. 38.6K ഫോളോവേഴ്സ് ഉണ്ട്. 3 പേരെ ഫോളോ ചെയ്യുന്നുള്ളൂ. ഒന്ന് സണ്ണി ലിയോൺ, ഒന്ന് ഒരു പർട്ടിക്കുലർ ആപ്പ്, പിന്നെ ഒന്ന് രശ്മി ആർ നായർ. ഇത്രയും പേരേ ഉള്ളൂ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യുന്നുള്ളൂ. ഈ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറേയധികം വീഡിയോസ്, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ കൊണ്ടുവരുമായിരിക്കും. ഞാൻ ഈ ഒരു അക്കൗണ്ടിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഇപ്പം ഏകദേശം 1 മാസ കാലഘട്ടമായി. ആ ടൈമിലൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാത്തത് മറ്റൊന്നുമല്ലായിരുന്നു, ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വിഷയം എടുത്തില്ലായിരുന്നു. ഇതിനകത്ത് കുറേയധികം ഫോട്ടോസ് ഉണ്ട്. അതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ ന്യായീകരിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ഇതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന്. ഇതിനകത്ത് ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള കുറച്ചധികം ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് നോർമലൈസ് ചെയ്യാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ സിനിമാ താരങ്ങളും മറ്റുമൊക്കെ ഇത്തരത്തിലുള്ള ഫോട്ടോഷൂട്ടുകൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതിനെ നമുക്ക് ആ അർത്ഥത്തിൽ കാണാം. കാരണം ഇതൊക്കെ അല്പം മാന്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൊച്ചു കുട്ടികൾ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും കുട്ടികളുടെ അടുത്ത് നിന്ന് മാറിയിരുന്നു വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം കുട്ടികളാണ്, അവരിതൊന്നും കാണാൻ പാടില്ലാത്തതാണ് എന്നൊരു ഓർമ്മ എനിക്കുണ്ട്. അത് മാതാപിതാക്കളായിട്ടുള്ള ആളുകൾക്കും കൂടി വേണം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ചേച്ചിമാര്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്നും കൂടി ഒന്ന് പറയണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ എന്താണ് സത്യത്തിൽ ചെയ്യേണ്ടത് എന്നും കൂടി നിങ്ങൾ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഇതിനകത്ത് ഓരോ ഫോട്ടോസ്, ഒന്ന് ചെയറിലിരിക്കുന്നതാണ്, പിന്നെ മറ്റൊന്ന് ഒരു ബെഡിലിരിക്കുന്നത്, പിന്നെ അതേ തന്നെ ഇരിക്കുന്ന പോസുകളൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇതിനകത്തൊന്നും അത്രത്തോളം മോശമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് കുറച്ച് അഭിമാനമുള്ള കൂട്ടത്തിലാണ് കേട്ടോ. മുഖമൊക്കെ മറച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ പുറത്തേക്ക് വരുമ്പോൾ ഫേസ് കാണിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ പബ്ലിക്കിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല തനിക്കും തന്റെ വീട്ടുകാർക്കും എന്ന് ഈ പറയുന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ചേച്ചിയുടെ ഓരോ വീഡിയോസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാ കണ്ടു. അതെ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങൾ ഊരാ സഹായിക്കും, പിന്നെ എന്നാന്നേ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ സഹായിക്കാത്ത? കമന്റിൽ പറയോ. ബൈ. അപ്പം സംഭവം കണ്ടല്ലോ. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ചേച്ചി എന്ന് ചേച്ചിയുടെ അച്ഛനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അച്ഛാ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കാത്തത് അല്ലെങ്കിൽ ചെയ്ത് തരാത്തത്? കാരണം വീട്ടിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചേച്ചി ഇങ്ങനെ ഒന്ന് പബ്ലിക്കായിട്ട് പറയുന്നത്. പിന്നെ മറ്റൊരു വീഡിയോ ഉണ്ടായിരുന്നു ഈ പ്രസ്തുത ചാനലിനകത്ത്. ആ വീഡിയോ ഇപ്പോൾ അവർ നീക്കം ചെയ്തു. എനിക്ക് ആ വീഡിയോ കിട്ടിയിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ 1-2 പേര് റിയാക്ട് ചെയ്തത് കണ്ടപ്പോഴാണ് ഈ ചാനൽ ഞാനൊന്ന് തപ്പുന്നത്. അതായത് പബ്ലിക്കിലിരുന്ന് ഈ ചേച്ചിക്ക് ഇച്ചിച്ചു മൂങ്ങണം, അങ്ങനെ ഒരു വീഡിയോ. അതിന്റെ ഫുൾ വീഡിയോ ആപ്പിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആണ് ഇതിന് അവസാനം കൊടുക്കുന്നത്, ഡിസ്ക്ലൈമർ പോലെ. അതായത് ചേച്ചിക്ക് ഇച്ചിച്ചി പരസ്യമായിട്ട് മുങ്ങണം. പിന്നെ അതേ കണക്ക് തന്നെ വേറൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. ഹായ്, ഞാൻ നിങ്ങളുടെ അപർണയാണേ.
അതെ, ഞാൻ ഇന്നൊരു ചലഞ്ച് ചെയ്യാൻ പോവാ. നമുക്ക് നോക്കിയാലോ? ഓക്കെ, ബൈ ബൈ. അപ്പം ആ ആപ്പിന്റെ പേരൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം എന്താണ് ചേച്ചിയുടെ ചാലഞ്ച് എന്ന് കണ്ടല്ലോ. പബ്ലിക്കായിട്ട്, അതായത് ഒരു പൊതുസ്ഥലത്ത് നിന്ന്, അവിടെ മറ്റാരും ഇല്ലായിരിക്കാം, ഇവരും ക്യാമറമാനും മാത്രമേ ഉള്ളായിരിക്കാം, അവിടെ വെച്ച് സ്വന്തം അടിവസ്ത്രം, അതായത് പാഞ്ചി സൂരി കറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ ഹോബീസും ചാലഞ്ചുകളും. ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ അധികം ഞരമ്പന്മാർ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു സബ്ജക്ട് എടുത്തുകൊണ്ട് വന്നത് എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം വിവാദങ്ങളും മറ്റു കാര്യങ്ങളും നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റ് ചെയ്യുന്ന ധാരാളം ആളുകൾ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ ഉണ്ട്. യൂട്യൂബിൽ നമുക്കറിയാം പെയ്ഡ് ലൈവുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുക. വന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലാം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു വേശ്യാലയമായി മാറിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് സ്വന്തം തുണി അഴിക്കുന്ന വേശ്യകൾക്ക് പോലും ഒരന്തസ്സുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത് വെറും റീച്ചിന് വേണ്ടിയിട്ടുള്ള തോന്നിവാസങ്ങളാണ്. എന്തായാലും ഇനി ഒരു വീഡിയോ കൂടി ഉണ്ട്, ആ വീഡിയോ കൂടി ഞാൻ നിങ്ങളൊന്ന് കേൾപ്പിച്ചു തരാം. ഇങ്ങോട്ട് വന്നേന്ന് ഒരു സ്വകാര്യം പറയട്ടെ. പാല് കുടിക്കുന്നതേ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ. ബൈ. അപ്പം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഡബിൾ മീനിങ് കലർത്തി പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചേച്ചി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ ഒരു വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലൊരു സൈബർ സെക്യൂരിറ്റി വിങ് ഉണ്ട്. ആ സൈബർ സെക്യൂരിറ്റി വിങ് മീൻസ് പോലീസിന്റെ കീഴിലുള്ള സൈബർ സെല്ല്. ഇവരൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കൊച്ചു കുട്ടികൾ കോവിഡിന് ശേഷം ധാരാളമായിട്ട് ഇന്ന് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ അവർ ധാരാളമായിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ നമ്മൾ 1 മണിക്കൂർ മക്കൾക്ക് ഫോൺ കൊടുക്കുന്നതൊക്കെ പല മാതാപിതാക്കളുടെ ശീലമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ കൊച്ചുകുട്ടികളുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഒരു ഒളിയും മറയുമില്ലാതെ ആ കുട്ടികളുടെ മുന്നിലേക്ക് എത്തും. കാരണം നമ്മുടെ കുട്ടികൾ എല്ലാവരും ഇന്ന് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവരാണ്. ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന പുതുതലമുറ കുറവാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനം അച്ചായന്മാർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലാണ് സമയം ചെലവഴിക്കുന്നത്. നമുക്കറിയാം, ഇൻസ്റ്റാഗ്രാമിലൂടെ ഗൂഢാലോചന നടത്തി ഒരു കൊലപാതകം വരെ നമ്മുടെ കൊച്ചു കുട്ടികൾ ചെയ്ത ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകളുമായിട്ട് ആളുകൾ രംഗത്ത് വരുന്നത്. അന്നേരം നമ്മുടെ സംസ്ഥാന പോലീസും ബാലാവകാശ കമ്മീഷനും എന്ത് ചെരയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും അടുത്തൊരു വീഡിയോ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതെന്തോന്നടേ കാണിക്കുന്നത്? അതായത് നമ്മൾ നേരത്തെ കണ്ട വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ആയിരിക്കണം ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടില്ലായിരുന്നു, മറ്റേ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞെടുത്ത വീഡിയോ ആയിരിക്കണം. ചേച്ചിക്ക് സ്വയം ഒന്ന് കണ്ട് ആത്മസംതൃപ്തി അടയാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്തായിരിക്കണം. പിന്നെ മറ്റൊരു വീഡിയോ കൂടി ഉണ്ട്, അതും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതിലെല്ലാം മ്യൂസിക്കുകളുണ്ട് കേട്ടോ. ഞാൻ അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്തത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ ആരും കാണരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്ന ഇമാതിരി അപരാധം പിടിച്ച ആളുകൾ നമ്മുടെ സൊസൈറ്റിയിൽ കണ്ടന്റ് ക്രിയേറ്റേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ചെയ്യാനേ അറിയത്തുള്ളൂ. കാരണം സ്വന്തമായിട്ടൊരു കഴിവില്ല. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നിനക്കൊന്നും വേറൊരു കാര്യവും ചെയ്യാൻ അറിയത്തില്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇതിൽ അന്തസ്സുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇതങ്ങൾക്ക് തുണി ഉരിഞ്ഞ് ജീവിക്കുകയല്ല ഈ റിയാക്ഷൻ ചാനലുകൾ നടത്തുന്ന ആളുകൾ. ഇത് സ്വന്തം മാനം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങളെ പോലും അപമാനപ്പെടുന്ന തരത്തിലുള്ള ആളുകളാണ്. എനിക്ക് ഇവരോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും ഇത്രയൊക്കെ കാണിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ ആ മുഖം കൂടി ഒന്ന് കാണിച്ച് വീഡിയോ ചെയ്യും. അതായത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന സണ്ണി ലിയോൺ, അവരുടെ മുഖം കാണിച്ചുകൊണ്ടായിരുന്നു അവർ ഫോൺ ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത്. അതാണെങ്കിൽ രശ്മി ആർ നായർ, അവർ പബ്ലിക്കായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവരും പബ്ലിക്കായിട്ട് ചീച്ചി മുള്ളാറുണ്ട്. ആ ടൈമിലെല്ലാം അവർ അവരുടെ ഫേസ് കാണിച്ചുകൊണ്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത്.
അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കും. എന്തായാലും വീട്ടുകാർ ഇത് കാണുന്നുണ്ടായിരിക്കും. ഇവളുടെ അച്ഛനും അമ്മയൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മകള് നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ, മകൾക്ക് അത്രയ്ക്ക് പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു നല്ല സാൻഡ് പേപ്പർ മേടിച്ചു കൊടുത്തിട്ട് ഉരയ്ക്കാൻ പറയുക. അതും അല്ലെങ്കിൽ നല്ല നാടൻ കാന്താരി കിട്ടുവാണെങ്കിൽ അരച്ചങ്ങ് പേസ്റ്റ് ആക്കിയിട്ട് മുകളിലേക്ക് കൊടുക്കുക. മോളെ നീ ഇത് ഉപയോഗിക്കുക, കുറച്ച് ശമനം കിട്ടും എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതല്ലാതെ ഇപ്പൊ ഇതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും ആ തന്തയും തള്ളേനെ സമ്മതിക്കണം. ഇങ്ങനെയൊക്കെ അരവഴിഞ്ഞ് നടക്കുന്ന മകള് കൊണ്ടുവരുന്ന ക്യാഷ് കൊണ്ടാണല്ലോ ഇങ്ങനെ പുട്ടടിച്ച് ജീവിക്കുന്നത്. ഇനിയിപ്പോ നാളെ പൈസ കിട്ടാതെ വരുമ്പോൾ വേറെ പല കാര്യങ്ങളും ഇപ്പൊ തുടങ്ങും. നമ്മുടെ രശ്മി ആർന്നാർ നടത്തുന്ന കണക്ക് അത് കണക്കൊക്കെ തുടങ്ങുമ്പോൾ വീട്ടുകാരുടെ പിന്തുണയൊക്കെ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.